പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേർ അറഗൽ റോഡ്രിഗസ് എന്ന ജഡ്ജിയുടെ ടീം അംഗത്തിനെതിരെ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തോടു കൂടി ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന മത്സരമാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ തുടക്കത്തിലെ കാണാൻ സാധിച്ചത് ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമായിരുന്നു. നിലവിലെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ റിയോ എന്ന് പറയുന്ന ടീം, ഇയോ സ്കൈയും റിയ റിപ്ലിയുടെയും ടീം സ്റ്റെഫനി വെക്കേറുമായിട്ട് അവർ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരത്തിന് ഇറങ്ങി. ഇവരുടെ എതിരാളിയായിട്ട് വന്നത് ജഡ്ജ്മെൻ്റെ ടീമിലെ 3 ഫീമെയിൽ റെസ്ലേഴ്സ് ആണ്. ലിവ് മോർഗൻ, റോക്സിനി പെരസ്, അറഗൽ റോഡ്രിഗസ്. കിടിലമായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആയിരുന്നു. റിയ റിപ്ലി പിൻഫോളിലൂടെ റോക്സിനി പെരസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ റിയ റിപ്ലിയുടെ ടീമിന് വിജയം നേടിക്കൊടുത്തു. അതിനുശേഷം ചെറിയ ബാക്ക് സ്റ്റേജ് അറ്റാക്ക്, ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളിലൂടെ സ്റ്റെഫനി വെക്കേർ, അറഗൽ റോഡ്രിഗസ് ഇവരുടെ സ്റ്റോറി കാണിച്ചു. അവസാനം ആദം പിയേഴ്സ് സ്റ്റെഫനി വെക്കേർ ഈ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച അതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാക്കി ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, മുൻ NXT ചാമ്പ്യനായ ഒബാഫെമി മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒബാഫെമിയുടെ ഒരു ഗ്രാഫിക് അവർ പുറത്തേക്ക് വിടുകയുണ്ടായി. ഒബാഫെമി മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് ബ്രാൻഡിലേക്കാണ് ഒബാഫെമിയെ പ്രതീക്ഷിക്കുന്നത്? റോയിലേക്കാണോ സ്മാക്ഡൗണിലേക്കാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ്, ദ ഊസോസിൻ്റെ കൈവശമുള്ള വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു ഫേറ്റൽ 4-വേ ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. ആൽഫ അക്കാദമി, അമേരിക്കൻ മെയ്ഡ്, ലോസ് അമേരിക്കാനോസ്, ന്യൂ ഡേ തുടങ്ങിയ 4 ടീമുകളാണ് ഈ ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തത്. നല്ലൊരു മത്സരമായിരുന്നു. അങ്ങനെ ഒരു ഗ്രേറ്റ് മാച്ച് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് ഒട്ടും ലേഖടിപ്പിക്കാതെ നല്ലൊരു ഫൺ രീതിയിൽ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. മത്സരത്തിൽ ആൽഫ അക്കാദമിയാണ് വിജയിച്ചത്. ഊസോസിൻ്റെ കൈവശമുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ഇനി വരുന്ന റോ എപ്പിസോഡുകളിൽ ആൽഫ അക്കാദമി ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള മത്സരങ്ങൾ പ്രതീക്ഷിക്കാം. എപ്പിസോഡിൽ നമുക്ക് ഏക ചാമ്പ്യൻഷിപ്പ് മത്സരമായി കാണാൻ സാധിച്ചത് മെയിൻ ഇവൻറ്റിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് AJ സ്റ്റൈൽസിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അതിനെ ഇൻട്രപ്റ്റ് ചെയ്ത് വന്ന CM പങ്ക്. അവസാനം പങ്ക് വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മെയിൻ ഇവൻറ്റിൽ നടക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാച്ചിലേക്കും നയിക്കപ്പെടുന്നു. അങ്ങനെ മെയിൻ ഇവൻറ്റ് മാച്ച് ആകുന്നു. മെയിൻ ഇവൻറ്റ് മാച്ച് അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഫിൻ ബാലറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസും മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതും പങ്കിനെ ക്രൂരമായി ഫിൻ ബാലർ ആക്രമിക്കുന്നതും ഈ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ CM പങ്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം AJ സ്റ്റൈൽസും ഫിൻ ബാലറും ഫേസ് ടു ഫേസ് വരുന്ന കുറച്ച് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കിടയിലൊരു ഫൈറ്റ് ഉണ്ടായതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഭാഗം കഴിയുന്നതിന് ശേഷം AJ സ്റ്റൈൽസും CM പങ്കും ഒരു പ്രൊമോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇരുവരും ഹഗ് ചെയ്യുന്ന വീഡിയോസും വിഷ്വൽസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഡീറ്റെയിൽസ്. ഇനി ഫിൻ ബാലർ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് ഫിൻ ബാലറിനായിരുന്നു. ഫിൻ ബാലർ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ പങ്കിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ വക്കിൽ വരെ എത്തിയിട്ട് ഏറ്റുവാങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നല്ലൊരു മത്സരം കിട്ടിയതിനെ സംബന്ധിച്ച് പങ്കിനോട് ഫിൻ ബാലർ നന്ദി പറയുന്നു. പങ്ക് തിരിച്ച് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്, ജഡ്ജിയുടെ ടീമിൽ നിന്നാൽ നിനക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പോ വലിയ അച്ചീവ്മെൻറ്റുകളോ സ്വന്തമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ പിറകിൽ നിൽക്കാതെ നീ മാറി പോകൂ എന്നുള്ളതാണ് ഫിൻ ബാലറിന് പങ്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ്. പിന്നീട് റോയൽ റംബിളിലേക്ക് തന്നെ ആഡ് ചെയ്യണമെന്നുള്ളത് ആദം പിയേഴ്സിനോട് ബാലർ ആവശ്യപ്പെട്ടപ്പോൾ റോയൽ റംബിളിലെ എൻട്രികളെല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞ് ഫിൻ ബാലറിനെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്. പിന്നീട് ലിവ് മോർഗനെ കണ്ടപ്പോൾ ലിവ് മോർഗൻ ഒരു അഡ്വൈസ് കൊടുക്കുന്നത്, പങ്ക് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നവർ നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളാണ് നിന്നെ വേൾഡ് ചാമ്പ്യനായി കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അത് പങ്കല്ല, പങ്ക് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫിൻ ബാലറിന് ചെറിയൊരു അഡ്വൈസ് ലിവ് മോർഗന് കൊടുക്കുന്നു. പക്ഷേ അവിടെയും ഫിൻ ബാലർ മെയിൻ ഇവൻറ്റിൽ പങ്കിനെയോ AJ സ്റ്റൈൽസിനെയോ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ബാലറിൻ്റെ പങ്കിനെതിരെയുള്ള ഒരു ആക്രമണം അത് നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൻ ബാലർ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രത്തിലേക്കായിരിക്കും ഇനി ഫിൻ ബാലർ
പോകാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം വില്ലനായിട്ട് ഡീമൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേ ഒരു ഡീമൻ ക്യാരക്ടറിനെ ഇത്തവണ ഫിൻ ബാലർ ഇപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ കിട്ടിയ മൊമെൻറ്റത്തിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഫിൻ ബാലറിന് വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫിൻ ബാലറിനെ ഇന്നത്തെ റോ എപ്പിസോഡ് വരെ 2026 ട്രിപ്പിൾ എച്ച് പ്രസൻറ്റ് ചെയ്ത രീതി അതിഗംഭീരമാണെന്ന് പറയേണ്ടി വരും. 2026 ഫിൻ ബാലർ പൂർണ്ണമായി ഫേസ് ആകാൻ പോകുന്നു, ഫിൻ ബാലർ നന്മമരമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രൊമോസും മാച്ചസും അത്തരത്തിലുള്ള ഭാഗങ്ങളുമൊക്കെ ഫിൻ ബാലറിന് കൊടുത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഫിൻ ബാലറിനെ പൂർണ്ണ വില്ലനാക്കി, അതായത് ഒരു സീരിയസ് വില്ലനാക്കി, ക്രൂര വില്ലനാക്കി അവർ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫിൻ ബാലർ എന്ന് പറയുന്ന റെസ്ലറിനെ 2026 നല്ലൊരു പുഷ് കൊടുത്ത് മുന്നോട്ടേക്ക് വെക്കാനുള്ള ഒരു പദ്ധതി ട്രിപ്പിൾ എച്ചിനുണ്ട് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് വളരെ വ്യക്തമായി റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫിൻ ബാലറിനെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആരാധകരുണ്ട്. അവർക്ക് ഫിൻ ബാലർ വീണ്ടും മെയിൻ ഇവൻ്റ് പിക്ചറിലേക്ക് വരുമ്പോൾ റോ എപ്പിസോഡ് കാണാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കും. കൂടാതെ റോ എപ്പിസോഡിൽ ഇനി എന്താണ് ഫിൻ ബാലറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തും. അത് പൂർണ്ണമായി ഇന്നത്തെ റോ എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഫിൻ ബാലറും പങ്കും തമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും ക്രൂരനായ മറ്റൊരു തലത്തിലുള്ള ഫിൻ ബാലറിനെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയ്ക്ക് റോ എപ്പിസോഡിൻ്റെ മത്സരത്തിനിടയിലൂടെ സംഭവിച്ച പരിക്കിനെ സംബന്ധിച്ചാണ്. കൈക്ക് പരിക്ക് പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ല എന്നുള്ളതും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓസ്റ്റിൻ തിയറി വേഴ്സസ് റെയ് മിസ്റ്റീരിയോ തമ്മിലുള്ള മത്സരം നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഹോൾ ഓഫ് ഫെയിമറായ താരം ഓസ്റ്റിൻ തിയറിയോട് പിൻഫോളിലൂടെ പരാജയപ്പെട്ടു. എന്നാൽ ആ പരാജയം അറിയുന്നതിന് മുൻപേ റെയ് മിസ്റ്റീരിയോ നേരിയ രീതിയിലുള്ളൊരു പരിക്കിൻ്റെ പിടിയിലായിരുന്നു. ആ ഒരു മത്സരം പെട്ടെന്ന് അവസാനിപ്പിച്ചതാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അവർ പ്ലാൻ ചെയ്ത പോലെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ദ വിഷൻ ടീമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോൺ ബ്രേക്കറുടെ ഒരു സസ്പെൻഷൻ എടുത്തു കളയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ജനറൽ മാനേജറായ ആദം പിയേഴ്സ് ബ്രോൺ ബ്രേക്കറിനോട് മാപ്പ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ്, ലോഗൻ പോൾ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരെ എല്ലാവരെയും റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു എൻട്രി കൊടുത്തിട്ട് അവരെ അതിലേക്ക് ആഡ് ചെയ്യുന്നതായിട്ടുള്ള ആദം പിയേഴ്സിൻ്റെ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള റോ എപ്പിസോഡായിരുന്നു ഇന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.